എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. എന്താന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയേറെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വിഷുവിനോടനുബന്ധിച്ച് നല്ലൊരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രേണു സുധിയുടേതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കേണ്ട, വിഷുവായിട്ട് വന്നിരുന്ന് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കേണ്ട. പക്ഷേ എന്താ ചെയ്യുന്നത്, ആ ഒരു ഫോട്ടോഷൂട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേക്കാം. പക്ഷേ അതിന് ശേഷം നമുക്ക് സംസാരിക്കാം കേട്ടോ. പക്ഷേ ഇതിനകത്തൊരു മ്യൂസിക്കൊക്കെ ഉണ്ട്, ചിങ്ങപ്പൂവാൾ എന്നുള്ള. പക്ഷേ ആ ഒരു മ്യൂസിക്, ആ ഒരു സോങ് നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഇട്ട് പണ്ടാറടക്കും. അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടും എന്ന് പേടിച്ചിട്ട് എന്നെ മ്യൂസിക് ഇല്ല, അല്ലാതെ കാണിച്ചു തരാം കേട്ടോ. വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടാണെന്ന് ഓർക്കണേ. ഈ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഇങ്ങനെ വിമർശിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം അവരുടെ വഴി ഏതാണെന്ന് അവർ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമാണ് അവരിതിങ്ങനെ കാണിക്കുന്നത്. ഇനി ഇവരെ ആരും കുറ്റപ്പെടുത്തിയിട്ടോ ഉപദേശിക്കാൻ ചെന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം രേണു സുധിക്ക് എന്താണ് എന്നുള്ള കാര്യം രേണു സുധി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. പുള്ളിക്കാരത്തിക്ക് എന്ത് സംഭവിച്ചാലും, ഏത് തരത്തിലുള്ള ചൂഷണം ഉണ്ടായാലും ഒന്നും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടിയിട്ട് പിന്നെ എന്ത് വന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് രേണുസുധിയുടെ ഈ വിഷയം വെറുതെ മറക്കുന്നതായിരിക്കും നല്ലതല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വന്നത്, ഈ ഒരു രേണുസുധിയുടെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല, വേറെ ചില പിക്ചറുകൾ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് ഗൂഗിളിൽ തപ്പുന്ന സമയത്ത് കണിക്കൊന്ന കൊണ്ട് ശരീരം മറച്ച് നിൽക്കുന്ന യുവതികളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ ഈ രേണുസുധിയുടെ ഈ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ സത്യമാണ്, നമുക്ക് ഹൈന്ദവർക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ദൈവം ആര് എന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ മറുപടി പറയും, മറ്റാരുമല്ല. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്രീകൃഷ്ണനാണെന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും ഡൗട്ടുണ്ടായിരിക്കും. അതൊക്കെ ഞാൻ പറയാം. ഡൗട്ട് പറയുന്നതിന് മുമ്പ്, ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്, നമുക്ക് ഈ ഒരു രേണുസുധിയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ എഴുതിയിരിക്കുന്ന കമൻറ്റുകളൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി മാത്രം. ആരെന്ത് പറഞ്ഞാലും സുധിച്ചേട്ടൻ്റെ സന്തോഷം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. 181 ലൈക്കാണ് അതിന് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ സുധിച്ചേട്ടന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ്. അതിലും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് അഭിനയിച്ച് ഇപ്പോൾ സിൽക്ക് സ്മിതയുടെ ലെവലിൽ എത്തിയല്ലോ, ഇനി അതിലിപ്പുറം പോവുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. 187 പേരാണ് അത് ചോദിച്ചിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ, രേണു അഭിനയിക്കാം, ബട്ട് 2 കുട്ടികളുടെ അമ്മയ്ക്ക് പരിധിയുണ്ട്. അതായത് നമുക്ക് അവരുടെ മുഖത്ത് നോക്കണ്ടേ. സിനിമയിലും സീരിയലിലും നാടകത്തിലുമൊക്കെ ഒത്തിരി നല്ല വേഷം ചെയ്യാൻ ഒരുപാട് സമയം മുന്നിലുണ്ട്. ഇഷ്ടം കൊണ്ടുള്ള പറച്ചിൽ അത്രമാത്രം എന്ന് പറയുന്നു. വളരെ കറക്റ്റാണ് കേട്ടോ ആ ഒരു കാര്യം. പിന്നെയെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികൾ കൊള്ളാത്തതിനെ കൊള്ളില്ല എന്ന് തന്നെ പറയും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരാൾ. അത് 233 ലൈക്കുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഹണി റോസ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുന്നു.
അതിപ്പോൾ ഒരു കാര്യമുണ്ട്. അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതൊന്നും ഒട്ടും ശരിയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നിങ്ങൾ തന്നെയാണ് ഹണി റോസിനെ കൊതറാണി എന്നൊക്കെ വിളിച്ചിട്ട് അപമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? ബോഡി ഷേമിങ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യം ഇല്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ വെച്ച് മുതലാക്കുന്നു. 2 ആൺകുട്ടികളുടെ അമ്മയാണെന്നുള്ള ഓർമ്മ, ഒരു ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. ഒരിക്കലും വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല, സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്. ഓഹോ, അത് 170 പേരാണ് അതിന് ലൈക്ക് അടിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ ആളിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയും, ഓ പിന്നെ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്തെ സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുവായിരുന്നു. ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇവർ പലയിടത്തും പറഞ്ഞത് കണ്ടു കേട്ടോ, അതുകൊണ്ടാണേ പറഞ്ഞിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത്, പറയാനുള്ളത് മനസ്സിലുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ, ചിലവിന് തരാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. 175 പേരാണ് അതിനെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരാൾ പറയുന്നത്, ഇപ്പോഴാണ് അവർ ജീവിതം ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ സ്മൈലികൾ ഇട്ടിട്ടുണ്ട്. പിന്നീട് സുധിച്ചേട്ടന് വേണ്ടി എന്നൊക്കെയാണ് പലരും ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരാൾ, സുധിച്ചേട്ടൻ്റെ ഓർമ്മകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരെ ആരും ഒന്നും പറയരുതെന്ന്. പിന്നെയെന്ന് വെച്ചാൽ രേവണുവിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് തോന്നി പല വീഡിയോസിലും. പിന്നെ ദയവായി ആരും ഒന്നും പറയല്ലേ, പറഞ്ഞാൽ നീ അവർക്ക് ചിലവിന് കൊടുക്കുമോ എന്ന ചോദ്യം കറക്റ്റാണ് കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എന്തിനാ ആൾക്കാരുടെ വായിലുള്ളത് കേൾക്കാൻ? ചിലവിന് തരാൻ പൈസ ഒന്നും ഇല്ലെങ്കിലും സഹിക്കാൻ വയ്യാത്തോണ്ട് പറയുകയാണ്. ഇങ്ങനെയുള്ള വേഷങ്ങളിലൊക്കെ നിർത്തണം എന്ന് പറയില്ല. ഡ്രസ് മര്യാദയ്ക്കിട്ടുകൂടെ? സുധിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആൾക്കാരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. നിങ്ങളായിട്ട് അത് കളഞ്ഞു പോകല്ലേ, അപേക്ഷയാണ്. നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നതിൻ്റെ കുശുമ്പല്ല. ഞാനും 3 മക്കളുടെ അമ്മയാണ്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളെപ്പോലെ നടക്കാൻ പറ്റാത്തതിൻ്റെ കൂനുട്ടല്ല. സ്നേഹം കൊണ്ട് പറയുകയാണ്. നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാനും വായിക്കാറുണ്ട്. ഒരു നല്ല കമൻ്റ് ഉണ്ടോ? എൻ്റെ വീട്ടിലുമുണ്ട് നിങ്ങളെപ്പോലെ ഒരു വിധവ, 4 പെൺകുട്ടികളെ വളർത്തുന്നത്. അവർ തുണിയില്ലാതെ അഭിനയിക്കാൻ പോകുന്നില്ല. അന്തസ്സായി കൂലിപ്പണിക്ക് പോയി മക്കളെ പോറ്റിക്കൂടെ? നാട്ടിലെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് ജീവിക്കണോ? പ്ലീസ് ചേച്ചി, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. സുധിച്ചേട്ടൻ ഒരു പാവമായിരുന്നു. ഒരുപാട് സ്നേഹം സുധിച്ചേട്ടനോട് എന്ന് പറഞ്ഞിട്ട് 63 പേരാണ് കേട്ടോ അതിനെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ത്രീയോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസുകൾ, മോഡലിങ്ങൊക്കെ, ഇതുപോലെയുള്ള റീൽസൊക്കെ ചെയ്ത് നിങ്ങൾ അഭിനയിച്ചോ? അതിൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ പറയും എന്നോട് ചിലവിന് തരാൻ പറയും. എൻ്റെ കാര്യത്തിന് എന്നെ എനിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടി ചിലവിന് തരുന്നത്? ഇനി നിങ്ങൾക്ക് ചിലവിന് തരണമെന്ന് വിചാരിച്ചാൽ തന്നെ ആ പൈസ എടുത്ത് ഞാൻ ഏതെങ്കിലും സാധുക്കൾക്ക്, കുറച്ചുകൂടി പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കും. അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഇത് മോഡലുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ പെൺപിള്ളേർ ഇടുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു ഡ്രസ്സിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോഷൂട്ട് എടുക്കേണ്ടിയിരുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ആ പാവാട കുറച്ച് മേലോട്ടെടുക്കാമല്ലോ. അങ്ങനെ ചെയ്തുകൂടെ? എന്നിട്ട് ആ ഷോള് കുറച്ചുകൂടി ഒന്ന് മര്യാദയ്ക്ക് സെൻറ്റർ ഭാഗത്തോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ നന്നാവില്ലായിരുന്നോ? അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാണുന്നവർ കാണട്ടെ, കാണിച്ച് പൈസ ഉണ്ടാക്കാം എന്നൊരു രീതി, അത് ഒട്ടും ശരിയല്ല രേണു. പിന്നീട് രേണുവിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സുധിച്ചേട്ടൻ അഭിനയിക്കാൻ പോയിട്ട് വരുമ്പോൾ അഭിനയിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനുണ്ടാവില്ലേ സൗരഭ്യം, അതാണെന്ന് പറയുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ രേണു ഈ കാട്ടിക്കൂട്ടുന്നത്? എന്തോ ഒരു രസവും ഇല്ലെന്നേ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കാണാനൊരു ഇച്ചിരി രസമൊക്കെ ഉണ്ട്. രസമില്ലെന്നല്ല പറയുന്നത്, പക്ഷേ അഭിനയം കാണാനായിട്ട് ഒരു രസമില്ല. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളെ ബോഡി ഷെയ്മിങ്ങിനൊന്നും ഞാൻ ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ എന്തായാലും ആ ഒരു സ്കേർട്ട് ഇത്തിരി കൂടി മുകളിലോട്ട് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. നിങ്ങളിപ്പോൾ ഇതെടുക്കുന്നിടത്ത് തന്നെ ആരെല്ലാം ഉണ്ടാവും? എന്ത് മോശമാണ് രേണു. ശരിക്കും പറയുകയാണെങ്കിൽ രേണു ഇപ്പോൾ സിൽക്ക് സ്മിതയ്ക്ക് പഠിക്കുന്നു എന്നാണിപ്പോൾ എൻ്റെ ഡൗട്ടായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് കൊച്ചേ നീ കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് നിൻ്റെ മൂത്ത മകൻ എന്ന് പറയുമല്ലോ, ആ കുട്ടി തന്നെ നിന്നെ തള്ളിപ്പറയുന്ന ഒരു സമയം നീയായിട്ടുണ്ടാക്കരുത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനുള്ള സമയം വിദൂരമല്ല.
എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ പറയുന്ന സുധിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ പുള്ളിക്കാരൻ സ്റ്റാർ മാജിക്കിൽ വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഈ പറയുന്ന സുധി എന്ന് പറയുന്ന ആളെന്ന് വെച്ചാൽ അത്രയും വലിയ മഹാനായിട്ടുള്ള കലാകാരനൊന്നും അല്ല. പിന്നെ നമ്മളെ മലയാളികൾക്ക് ഒരു മര്യാദയുണ്ട്. ആരായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ ഏറ്റവും മാന്യമായ ഒരു സ്ഥാനമാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ പറയുന്ന രേണുവിനാണേലും എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയൊരു പെണ്ണാണ്. ഇപ്പോൾ ഈ പെണ്ണിന് ഇത്തിരി ഇതുപോലെ ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ അഭിനയിക്കാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പെണ്ണിനിപ്പോൾ ആരെയും വേണ്ട. അന്ന് ചേർത്ത് നിർത്തിയവരെ പോലും ഇപ്പോൾ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു രേണുവിൻ്റെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ പറയാൻ പോണത്. അതായത് ഞാനിന്ന് കണിക്കൊന്നയുടെയൊക്കെ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തപ്പിയതാണേ. അങ്ങനെ തപ്പുന്ന സമയത്താണ് ഞാൻ കണ്ടത്, ശരിക്കും പറഞ്ഞാൽ വിഷുവിൽ പോലും ഈ പെണ്ണുങ്ങൾക്ക് ഒരു മാനവും മര്യാദയില്ലാത്ത കുറേ ജന്മങ്ങൾ. നോക്ക്, ഞാൻ കാണിച്ചു തന്നേക്കാമേ. വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. ഞാനിത് നല്ലപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ എത്ര പേര് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ എന്തുവാണ്? ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ എന്താണ്, നമ്മുടെ കുറ്റിച്ചൂലിൽ പണ്ടുള്ളവർ പറയും കുറ്റിച്ചൂലിൽ അപ്പിമുക്കി അടിക്കണമെന്ന്. അതാണ് സത്യത്തിൽ ഇതിനൊക്കെ വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണ്. കണിക്കൊന്നയാണ് കേട്ടോ സംഭവം. ഇതിനകത്ത് കുറച്ച് പുഴു ഇരുന്നിരുന്നെങ്കിലും വേണ്ടൂലായിരുന്നു. കണ്ടില്ലേ, വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട്. സത്യത്തിൽ പെണ്ണുങ്ങളെ തന്നെ പറയിക്കാനായിട്ട് കുറേ അലവലാദികൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ്. ഇനിയുണ്ട് കേട്ടോ. എന്നാൽ വളരെ മാന്യമായ നല്ല ഫോട്ടോഷൂട്ടും ഉണ്ട്. ഇതൊക്കെ വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എന്തിനാണോ ഇങ്ങനെ പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ അപമാനിക്കുന്നത് കുറേ ഫോട്ടോഷൂട്ടുകാരികൾ. നീ കാണിച്ചു തരാവേ. ഇതൊക്കെ എപ്പോഴും കാണാൻ കിട്ടില്ല കേട്ടോ. കാണുന്നവരങ്ങ് കണ്ടുകൊള്ളണം. കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുകളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഒരുമാതിരിപ്പെട്ട ആരെക്കൊണ്ടും പറ്റില്ല. ഇനി അടുത്ത കൊല്ലം രേണു ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ടായിട്ട് വരുമെന്നൊന്നും അറിയാൻ പറ്റില്ല. കണ്ടു കാണാം നമുക്ക് വരുമോ ഇല്ലയോന്ന്. എന്തായാലും വളരെ 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 മോശം. ഇത് അതിൻ്റെ ഇടയിൽ വേറൊരു ഫോട്ടോഷൂട്ട് കാണിച്ചു തരാം. അത് വിഷു സ്പെഷ്യലാണെങ്കിൽ ഇതേ ഹോളി സ്പെഷ്യലാണിത്. ഇത് ഹോളി സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണേ. സത്യം പറഞ്ഞാൽ കുറേ എണ്ണം വീടിന് നാടിന് ഉപയോഗമില്ലാത്തത്. അതായത് ഹോളി സ്പെഷ്യൽ ഫോട്ടോഷൂട്ട്. ഇത് ശരിക്കും ഹോളിക്ക് നടന്ന സംഭവമല്ല, മനസ്സിലാവുന്നില്ലേ? ഹോളിക്ക് അവിടെ ഹോളി ആഘോഷിച്ചപ്പോഴെടുത്ത ഫോട്ടോകളല്ല ഇതൊന്നും. ഹോളിക്ക് വേണ്ടിയിട്ട് ഇവർ സ്പെഷ്യലായിട്ട് ഫോട്ടോഷൂട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തുവാണ് ഇതൊക്കെ? ഇതൊന്നും ചോദ്യം ചെയ്യാനൊന്നും സത്യത്തിൽ ഇതിൻ്റെയൊന്നും വീട്ടിലൊന്നും ഇതിനെയൊന്നും വേണ്ടേ? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇതിൻ്റെയൊന്നും വീട്ടിലൊന്നും ഇതിനെയൊന്നും വേണ്ടാന്ന് തോന്നുന്നു. കളഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു ഇതിനെയൊക്കെ. അല്ലാണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നടു ചവിട്ടി ഓടിച്ച് അവിടെ ഒരിടത്തിടും, മൂലയ്ക്ക് ഇട്ടിട്ട് കൈയും കാലും അടിച്ചൊടിച്ചിട്ട് ആഹാരം കൊടുക്കും. അതാ ചെയ്യുന്നത്. ഇത് കുറേ എണ്ണത്തിന് ഇങ്ങനെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഈ സാരിയുടെ കാര്യം, ഞാനത് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. സത്യമാണ് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അതിന് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അധികം അപമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൈന്ദവരുടെ ദൈവം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ശ്രീകൃഷ്ണൻ്റെ പേരേ പറയൂ, ഉറക്കം വരുന്നതുകൊണ്ടാണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ,
ഇപ്പോൾ കുറേ കാലമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സെറ്റ് സാരിയുടെ മുന്താണി ഭാഗത്ത് ശ്രീകൃഷ്ണനെ അവർ പിന്നെ എന്താണ് തുന്നി പിടിപ്പിച്ച് വെക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ആ പെണ്ണുങ്ങൾ ആ സാരി എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചൊരുവുന്ന സമയത്ത് ശരിക്കും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ തലയും എല്ലാ ഉടലും ഒക്കെ ഈ സ്ത്രീകളുടെ നിതംബ ഭാഗത്താണ് വന്ന് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതിപ്പോൾ സാരിയാണ്. ഇത് മടക്കി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കുത്തുവാണെങ്കിൽ ഇത് ശരിക്കും ആ ഒരു ഭാഗത്തിലാണ് വന്ന് കിടക്കുന്നത്. അതുപോലെ കാണിച്ചു തരാവേ. ഇതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എൻ്റെ കാര്യമാണേ. കണ്ടില്ലേ? ഫാഷനും എല്ലാം വേണം. ഇത് സാരിയാണ്. ഇതൊക്കെ എന്തുവാണ് ഇവരൊക്കെ ഈ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. മയിലിൻ്റെതൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. മയിലും വെണ്ണക്കുടമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നോക്കൂ, എത്ര നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഇത് ഇവർ ഈ സാരിയുടെ ബോർഡർ ഭാഗമാണ്, അടിഭാഗം. ഇതിങ്ങനെ തിരിച്ച് വകഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇവരുടെ ചന്തിയുടെ ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ദൈവം എന്ന് പറയാം. ഇതേ കണ്ടില്ലേ? കിടക്കുകയാണ്. കിടന്നിട്ട് ബാലലീല കേട്ടോ, കിടന്നിട്ട് കാലിൻ്റെ തള്ളവിരൽ കടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഇത് മുന്താണിയുടെ താഴെ ഭാഗത്താണ്. ചെരുവി വെക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലോട്ട് ചെരുവുമ്പോഴത്തേക്ക് ഇത് ചന്തിയിൽ വന്ന് കിടക്കും. അതുമാത്രമല്ല, അവിടെ വന്ന് കിടക്കുന്നത് മാത്രമല്ല, ഇവരെവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തായിരിക്കും മൂട് ഭാഗം വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ, പൈസ തന്നെയാണ് മുഖ്യം. പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് ഇത് കണ്ടോ, ഇതാണ് ഏറ്റവും അടിപൊളി. ഇത് നിങ്ങൾക്ക് ഇത് ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഫുള്ള് കൃഷ്ണനും രാധയുമാണ് കേട്ടോ. രാധാമാധവമാണ്. രാധാമാധവമെന്നോ ഗീതാ ഗോവിന്ദമെന്നോ ഒക്കെ പറയാം. അതിൻ്റെതാണ്. പക്ഷെ കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ. കണ്ടില്ലേ? ഇതാണ് ഈ സാരിയുടെ മുന്താണി. കൃഷ്ണനും രാധയും അവർ തമ്മിലുള്ള പ്രണയ സന്ദർഭങ്ങളാണ്. ഇത് നല്ല മെനക്കെടുത്തുള്ള ഒരു സാരിയാണ്. പക്ഷേ ഈ ഒരു സാരിക്ക് നല്ല എമൗണ്ട് ആയിട്ടുണ്ടാവും. അല്ലാതെ ഇത്തരത്തിലുള്ള സാരികളൊന്നും ഒരിക്കലും മേടിക്കാൻ പറ്റില്ല. അതെ, ഇതും മുന്താണിയിൽ വെച്ചിരിക്കുന്നത് രാധാമാധവൻ തന്നെയാണ്, രാധയും കൃഷ്ണനും. പക്ഷേ ഒരു രസമില്ല. ഇപ്പം നിങ്ങൾ കുറേ പേരെങ്കിലും വിചാരിക്കും, ഈ തള്ളയിൽ എന്താ കാണിക്കുന്നത്, സാരിയുടെ പരസ്യമാണോ എന്ന്. സാരിയുടെ പരസ്യമില്ല. അതേസമയം ഇത് നോക്കൂ, ഇത് കഥകളിയാണ്. ഇതാണെങ്കിൽ ഓക്കെ, കഥകളിയാണ് വെച്ചിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല. ഈ കഥകളി പോലത്തെ സംഭവമായിരുന്നു മുമ്പൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണിത് ഇങ്ങനത്തെ. അതായത് കണ്ടില്ലേ, ഇത് മുന്താണി, ഇത് കഥകളിയാണ്. കഥകളി ചെറുതായിട്ടും വയ്ക്കാൻ പറ്റും. ഇത് മുതുക്ക് കഥകളി. അപ്പോൾ ഒരു നിമിഷം, കണ്ടില്ലേ, ഇതൊക്കെ കഥകളിയാണ്. അതാണ് ഞാൻ പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന ദേവൻ ശ്രീകൃഷ്ണനാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെ ഓരോന്നും ശ്രീകൃഷ്ണനെയാണ് എടുത്ത് ഇങ്ങനെ ബാക്ക് ഭാഗത്ത് വെച്ച് ചൊരുവി വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണെങ്കിൽ ഇതുപോലെ ശ്രീകൃഷ്ണനെ ഇതുപോലെ വെച്ചുകൊണ്ടാണ് ഓരോരുത്തർ ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഹൃദയത്തിൽ പൂജിക്കുന്ന നമ്മുടെ ദൈവമല്ലേ. ശരിക്കും ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നതിനോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യോജിപ്പുമില്ല. അല്ലെങ്കിൽ അടുത്തിരുന്നോ പിടിച്ചോ തൊട്ടോ എടുത്താൽ വേണ്ടൂല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും നമ്മളുടെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ശരിക്കും എന്താ ഇതൊന്നും വലിയ ഭീകരമായ തെറ്റായിട്ടല്ല പറയുന്നത്. എന്നാലും നമ്മൾ വിശ്വാസികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നേരെ മറിച്ച് ഈ കൃഷ്ണൻ്റെ സ്ഥാനത്ത് മഹാദേവൻ്റേതാണെങ്കിൽ വിഗ്രഹം എടുത്തിങ്ങനെ ചെയ്യുമോ? മുരുകൻ്റെ, സുബ്രഹ്മണ്യ സ്വാമിയുടേതിൽ ചെയ്യുമോ? ശാസ്താവിൻ്റെ ചെയ്യുമോ? ഭദ്രകാളി അമ്മയുടെ ചെയ്യുമോ?
ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്. ഈ പാവപ്പെട്ട ആളാണ് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കുന്നില്ല, കാരണം ഉറക്കം വന്ന് കണ്ണ് തൂങ്ങുന്നു. ഇതേ സമയം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. 12:52 ടൈം. കാണാമോ എന്തോ? ഇത്രയും സമയമായി. ഇനിയും ഉറക്കമൊഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോണിൻ്റെ മണ്ടയിൽ കൂടെ ഉറങ്ങി ഇങ്ങനെ വീഴും. അപ്പോൾ അതിനേക്കാളും മുമ്പേ ഞാൻ ഇത് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫിൻ്റെ ഫോട്ടോഷൂട്ട് ഞാൻ നിങ്ങൾക്ക് വിഷുക്കണിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ വിഷു 1 നാളെ എന്നല്ല, ആയിക്കഴിഞ്ഞു. കാരണം 12:55 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിന സ്പെഷ്യൽ ആശംസകൾ. പിന്നെ നാളെ തൊട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരും നല്ല പ്രവൃത്തിയിലേക്ക് വരിക, നന്നായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ആ ഒരു പ്രകാശം പരക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഞാൻ പ്രകാശം പരത്താനായിട്ടിരുന്നാൽ ഞാൻ ഉറങ്ങി വീഴും. അതുകൊണ്ട് ഞാൻ പ്രകാശം തൽക്കാലം പരത്തുന്നില്ല. ഇത്രയും നേരവും കത്തിച്ച് വെച്ച നിലവിളക്ക് ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വിളക്ക് നിറയെ എണ്ണ പകർന്നിട്ടാണ് വന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ കണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഒന്നുകൂടി വിളക്കിൻ്റെ മുമ്പ് പോയി പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും വിളക്കിൻ്റെ തിരി അണച്ചിടുക. അപ്പോൾ എന്തായാലും 12 മണി കഴിഞ്ഞു. ഞാനൊന്നുകൂടി പൂജാമുറിയിൽ പോയി ഞാനൊന്ന് ഭഗവാനെ കൈയെടുത്തിട്ട് ഞാൻ ഈശ്വരൻ്റെ തിരുമുഖം കണി കാണട്ടെ. 12 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമല്ലേ. സാധാരണ ഇവിടെ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിഷുക്കണി കാണിക്കാനായിട്ട് പിള്ളേർ വരുന്നതാണ്. ഇന്നിപ്പോൾ ആരും വന്നില്ല. അതുകൊണ്ട് പൂജാമുറിയിൽ പോയി കണ്ണനെ കണ്ടിട്ട് വരാം. അപ്പോൾ ബൈ.